ഗാഥയ്ക്ക് നവീനോടുള്ളത് സ്നേഹം എന്ന് വിളിക്കാൻ പറ്റുമോ സിത്താരെ? ഇതൊരു തരം പൊസസീവ്നെസ് അല്ലേ? അല്ലെങ്കിൽ ഒരു തരം ഭ്രാന്ത്? അങ്ങനെയല്ലേ കാണാൻ കഴിയൂ? നവീന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന അമ്മ, അച്ഛൻ, മുത്തശ്ശി, അവരോടൊന്നും ഒരു വാക്ക് മര്യാദയോടെ സംസാരിക്കാൻ കഴിയാത്ത ഒരു പെൺകുട്ടിയെ കളരിക്കൽ കുടുംബം എന്തിനു ചുമക്കണം? സിത്താര ഞങ്ങളുടെ ഭാഗത്ത് നിന്നോട് ഒന്ന് ചിന്തിക്കണം. എനിക്കറിയാം, പക്ഷെ പ്ലീസ്. മക്കൾ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിച്ചു കൊടുത്ത് സ്നേഹിച്ചാൽ മാത്രം പോരാ സിത്താരെ. തെറ്റുള്ളടത്ത് തിരുത്തണം, ചോദ്യം ചെയ്യേണ്ടടുത്ത് ചോദ്യം ചെയ്യണം. സിത്താരയ്ക്ക് അതൊന്നും സാധിച്ചിട്ടില്ല. അങ്ങനെ നോക്കുമ്പോ സിത്താരയുടെ വളർത്തു ദോഷമാണ് ഗാഥയുടെ സ്വഭാവ ദൂഷ്യത്തിന് കാരണം. സിത്താരയോട് ഇത് പറയാനും ഗാഥ മോളോട് ഇത് ആവശ്യപ്പെടാനൊക്കെ എനിക്ക് സങ്കടമുണ്ട്. പക്ഷേ നിങ്ങളുടെ സങ്കടം, അതിന്റെ പേരിൽ എന്റെ മകനെ ബലി കൊടുക്കാൻ എനിക്ക് പറ്റില്ലല്ലോ. ഗാഥയുടെയും നവീന്റെയും ബന്ധത്തിന് ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. എന്നിട്ട് താനെന്താ അത് എന്റെ അടുത്ത് ഓർമ്മപ്പെടുത്തായിരുന്നു? വിവാഹവാർഷികം അങ്ങനെ ഒരാൾ ഓർമ്മിപ്പിച്ചിട്ടാണോ അറിയേണ്ടത്? ആ, അത് മോള് ചോദിച്ചത് കാര്യമാണ്. ജീവിതത്തില് ഇത്രയും പ്രധാനപ്പെട്ട ഒരു ദിവസം നീ എങ്ങനെയാണ് മറക്കുന്നേ? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലമ്മേ. നിസ്സാര കാര്യങ്ങളാണോ നടന്നുകൊണ്ടിരിക്കുന്നത്? അതിന്റെ ഇടയിൽ ഈ ഒരു തീയതി ഓർത്തു വെക്കാനായിട്ട്. ശരി, ഇനിയിപ്പോ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് എന്താ ചെയ്യേണ്ടത്? ആഘോഷിക്കണം. ചെറിയ രീതിയിലെങ്കിലും ആഘോഷിച്ചേ പറ്റൂ. അതെന്താ ചെറിയ രീതിയിലാക്കുന്നേ? നമുക്ക് ഗംഭീരമായിട്ട് ആഘോഷിക്കാന്നേ. ഇപ്പൊ തന്നെ സിറ്റിയിൽ വിളിച്ചിട്ട് ഒരു ഹാള് ബുക്ക് ചെയ്യണം, ഒരു മേളം, നല്ല ഫുഡ്, പറ്റുമെങ്കിൽ പിള്ളേർ ഒരു ഡാൻസ്, പിന്നെ ഒരു ഗാനമേള. അല്ലേ സാറേ? എന്റെ മാണിക്കുഞ്ഞെ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് പറയുമ്പോ തന്നെ ഉടനെ അത് ലോകം മുഴുവൻ കൊട്ടിഘോഷിക്കുന്ന കാര്യം അല്ല പറയുന്നത്. ആഘോഷം എന്തായാലും അത് നമ്മളിൽ തന്നെ ഒതുങ്ങണം. മനസ്സിലായോ? നമ്മളിൽ ഒതുങ്ങണമെന്ന് പറഞ്ഞാ നമ്മളെല്ലാരും കൂടി ഇങ്ങനെ വട്ടം കൂടി നിൽക്കുന്നു, എന്നിട്ട് ഒരു കേക്ക് കട്ട് ചെയ്യുന്നു. അതിനിടയിൽ ആ നിർമ്മലമായും മോളും പിന്നെ ആ ഉദയമാവനും കൂടെ വന്നിട്ട് എന്തെങ്കിലും ഒരു ദുഷ്ടത കാണിക്കും. അതിനുശേഷം ഭക്ഷണം കഴിക്കും. ഇത്രയല്ലേ ഉള്ളൂ. ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്നല്ലേ ഞാൻ കരുതിയത്. തൽക്കാലേ അത്രയും വലിയ ചേഞ്ച് ഒന്നും വേണ്ട. ഗാഥമോൾ ഈ സമയത്ത് ഇവിടെ തന്നെ ഉണ്ടല്ലോ. അത് തന്നെയാ സത്യം പറഞ്ഞ ഏറ്റവും വലിയ ആഘോഷം. അത് കറക്റ്റാണ്. കുറച്ചു ദിവസം രണ്ടുപേരും മാറി നിന്നെങ്കിലും വിവാഹ വാർഷികത്തിന് രണ്ടുപേരും ഒരുമിച്ചുണ്ടല്ലോ. എന്നാ പിന്നെ രണ്ടുപേരും കൂടെ ഒരു കാര്യം ചെയ്യേ. എത്ര ദിവസം തല്ലുകൂടണം, എത്ര ദിവസം മാറി നിൽക്കണം എന്നൊക്കെ ഒരു കലണ്ടർ തയ്യാറാക്കി വെക്ക്. അപ്പൊ പിന്നെ തെരഞ്ഞു നടക്കുന്നവർക്ക് അതൊരു എളുപ്പമാണല്ലോ. എന്താമ്മേ, കറക്റ്റ്? മാണിക്കുഞ്ഞിന്റെ ഉപദേശമല്ലേ? കലണ്ടർ അല്ല, അതിൽ കൂടുതൽ എന്ത് സംഭവിച്ചാലും എനിക്ക് അത്ഭുതമൊന്നുമില്ല. എന്തായാലും നമ്മൾ ഈ വിവാഹ വാർഷികം ആഘോഷിക്കുന്നു, അത് ഉറപ്പ്. ഹലോ മോളിക്കുട്ടി. ആ കൃഷ്ണേ. എടി, അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? ഞാനിങ്ങോട്ട് പോകുന്നതിനെ കുറിച്ച് അമ്മ എന്താ പറഞ്ഞേ? നീ എന്താ അമ്മയെ വിളിക്കാതിരുന്നേ? അമ്മ എന്താ പറയാന്നറിയില്ലല്ലോ. നീ ധൈര്യമായിട്ട് വിളിച്ചോ, അമ്മ നിന്നെ ഒന്നും പറയില്ല. നീ അങ്ങോട്ട് പോയിരിക്കുന്നത് ശരിയാണെന്ന് അമ്മ പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെ നീ പറയുന്നേ? അമ്മ അങ്ങനെയൊന്നും പറയില്ലല്ലോ. പറഞ്ഞു, നിന്റെ ജീവിതത്തിൽ അമ്മ ഇനി ഒരു ഉറച്ച തീരുമാനം എടുത്തിരിക്കും പറഞ്ഞു. ആ തീരുമാനം എന്താണെന്നറിയോ? നീ നവീനൊപ്പം ജീവിക്കാന്നുള്ളതാ. മോളിക്കുട്ടി, സാഹചര്യം മനസ്സിലാക്കാതെ വെറുതെ എല്ലാവരും കൂടി ഓരോന്ന് പറയരുത് കേട്ടോ. എന്തോന്ന് സാഹചര്യാടി? നവീന നിന്നെ ജീവനാ, നിനക്ക് നവീന്റെ പ്രാണനും. ഇതിനപ്പുറത്തേക്ക് രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടപ്പെടാൻ പറ്റുമോ? ഇപ്പൊ എന്തായാലും ഗാഥയ്ക്ക് വേണ്ടിയാണ് നീ കഷ്ടപ്പെടുന്നതെന്ന് പറയണ്ട. ഗാഥ നവീന്റെ ജീവിതത്തിന് ഇനിയില്ല. അതിപ്പോ നീ സമ്മതിച്ചു കൊടുത്താലും അവിടെ സമ്മതിക്കാത്തവർ ഇഷ്ടം പോലെയുണ്ട്. അല്ല, നിന്നോട് നവീന് സ്നേഹക്കുറവൊന്നുമില്ലല്ലോ? ഇല്ല. നവീന്റെ സ്നേഹം കാണുമ്പോ സത്യത്തില് എനിക്കെന്തോ പേടിയാവുന്നു. ഒന്നല്ല 10 ജന്മം കഴിഞ്ഞാലും നവീന്റെ അടുത്തുനിന്നും പോവാൻ പറ്റില്ല എന്ന് കരുതി പോവും. അവിടെ നിന്നോ? അല്ല, വല്ലാണ്ട് സ്നേഹിച്ച് എല്ലാം കഴിഞ്ഞോ നിങ്ങൾ തമ്മില്? ഒന്ന്
പോയി നീ. നിന്റെ ചിരി കണ്ടിട്ടേ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് എനിക്ക്. അടുത്തുണ്ടായിരുന്നെങ്കിലേ നിന്റെ തല ഞാൻ തല്ലി പൊളിച്ചാനെ. ആ എടി, വേറൊരു കുഴപ്പം കൂടിയുണ്ട്. അല്ല, എന്താടി? നവീന്റെ വെഡിങ് ആനിവേഴ്സറിയാ. ഹാഹാ, നവീന്റെ മാത്രമല്ല, നിന്റെ നവീന്റെയും കൂടെയാ. നീ ഒന്ന് നോക്കിയേടി, കൃത്യമായി വിവാഹ വാർഷിക ആഘോഷിക്കുന്നതിന് നീ അവിടെ എത്തിയില്ലേ? ഇതിൽ കൂടുതൽ എന്ത് തെളിവാടി പെണ്ണെ നിനക്ക് വേണ്ടത്? ദൈവ അനുഗ്രഹം തന്ന് നിന്റെ തലയിൽ കൈവച്ചിരിക്കുമ്പോ അത് തട്ടിക്കളയല്ലേ കൃഷ്ണ. തട്ടിക്കളയേണ്ടത് ഗാഥ, സിത്താര എന്ന 2 പേരുകളാ. എന്നിട്ട് മര്യാദയ്ക്ക് നവീന്റെ ഭാര്യയായിട്ട് നവീനോടൊപ്പം ജീവിക്കാൻ നോക്കണം, കേട്ടോടി? ആ പിന്നെ അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കോണേ. അമ്മയുടെ കയ്യില് ഞാൻ കാശൊന്നും കൊടുത്തിട്ടില്ല. കുറച്ച് കാശ് ഞാൻ... അമ്മയുടെ കാര്യത്തിന് ഞാൻ നിന്നോട് കാശ് ചോദിച്ചോ? അല്ല, നീ ആരടി എന്റെ കയ്യിൽ കാശ് ഏൽപ്പിക്കാൻ? അപ്പോഴേ എനിക്ക് അമ്മയുടെ കാര്യത്തിൽ ഉത്തരവാദിത്വമൊന്നുമില്ലേ? എടീ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അങ്ങ് വിട്ടേക്ക്. നീയേ അവിടെ സന്തോഷായിട്ട് ജീവിക്കും. ഇത്രയും കാലം ലോകത്തുള്ള സകലർക്കും വേണ്ടി ചിന്തിച്ചില്ലേ നീ? ഇനി നീ നിന്നെ കുറിച്ച് മാത്രം ചിന്തിച്ചാ മതി, കേട്ടോ? ഗുഡ് നൈറ്റ് കൃഷ്ണേ. ഗുഡ് നൈറ്റ്.